അത് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പോട് ചേർന്നു. മാഡം രണ്ടുപേർ എം ഡി ഇവിടെ ഓർമ്മകൾ മലയാളി ഉള്ളിടത്തോളം കാലം ഇല്ലാതാവില്ല. തീർച്ചയായിട്ടും മലയാള ഭാഷ, മലയാള സിനിമ ഇതുള്ളിടത്തോളം കാലം MT ജീവിക്കും. ഇനിയിപ്പോൾ എഴുതി എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാനെന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ എഴുത്തുകളോടും യോജിക്കുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. പലരും പല വീക്ഷണത്തിൽ കാണുകയാണ്. ഞങ്ങളുടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നവരിലൊരു 70-80 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ജീവിതത്തെ സ്വാധീനിച്ച വ്യക്തിത്വമാണ് ശരിക്കും MT. മറ്റുള്ളവരൊക്കെ എഴുതിയ കഥകളെല്ലാം വിശ്വസാഹിത്യമെന്ന് തന്നെ നമുക്ക് പറയാമെങ്കിലും MT നമ്മുടെ ഉള്ളറകളിലേക്കാണ് കടന്നു പോയത്. നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ പ്രണയത്തെയും നമ്മുടെ ലോക കാഴ്ചപ്പാടിനെയും എല്ലാത്തിനെയും സ്വാധീനിച്ച കഥാപാത്രങ്ങളിലൂടെ നമ്മളൊക്കെ പലപ്പോഴും ആ കഥാപാത്രങ്ങളോട് തന്മയീഭാവം പുലർത്തിയിരുന്നോ എന്നൊക്കെ ഇന്ന് ഞാൻ സംശയിക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു സ്വാധീനം ചെലുത്തിയൊരു കഥാകാരൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. മറ്റതെല്ലാം കഥകളായിരുന്നപ്പോഴും MT നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിലും തൊട്ടത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഹൃദയത്തോട് ചേർന്ന് നിന്നൊരു പ്രതികരണമായി പോയി. ഉന്മേഷ് അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ MT യുടെ വാക്കുകൾ അത് കേവലം കഥകളായി നമ്മൾ വായിച്ചാസ്വദിച്ചു പോയ ഒന്നല്ല. നമ്മൾ ഹൃദയത്തിൻ്റെ അറകളിലേക്ക് എടുത്തു വെച്ചതാണ് ആ വാക്കുകൾ, അക്ഷരങ്ങൾ. അതുകൊണ്ടാണ് ഈ ഇത്രത്തോളം വൈകാരികത MT മരിക്കുമ്പോൾ തോന്നുന്നത്. 91 വയസ്സിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ നോർമലൊക്കെയാണ്. ഉന്മേഷ് അങ്ങനെ അതിൽ വലിയ വ്യസനമോ വലിയ വേദനയോ തോന്നേണ്ടതില്ല. ഒരു നല്ല ദീർഘായുസ്, ആ ദീർഘായുസിൽ എഴുത്തിൻ്റെ മഹാഭൂഖണ്ഡങ്ങൾ താണ്ടൽ, അത് വേറിട്ട് നിൽക്കൽ, അത് ഓരോന്നും മാസ്റ്റർ പീസായി മാറൽ, അതൊക്കെ ഒരു എഴുത്തുകാരന് കിട്ടുന്ന മഹാഭാഗ്യങ്ങളൊന്നാണ്. അങ്ങനെ ഏറ്റവും സാർത്ഥകമായ, ഏറ്റവും കർമ്മഭരിതമായ ഒരു ജീവിതകാലയളവ് പൂർത്തിയാക്കിയ ശേഷമാണ് MT വാസുദേവൻ നായർ മടങ്ങുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് വേദന ഉണ്ടാവാനുള്ള കാരണം എന്താണ്? MT വാസുദേവൻ നായർ മരിക്കാതിരുന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാനുള്ള കാരണം എന്താണ്?